بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني നൂറുൽ ഖുലൂബ് ഉറുദ പഠന ക്ലാസ് 4. ഇന്ന് പറയുന്നത് ബുറുദയോട് നമുക്കുള്ള താല്പര്യവും മതിപ്പും ബഹുമാനവും ആദരവും വർദ്ധിക്കാൻ കാരണമാകുന്ന ഒന്ന് രണ്ട് വിഷയം കൂടെ ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമുക്ക് അതിനോടുള്ള മഹത്വവും താല്പര്യവും നമ്മുടെ മനസ്സിൽ വർദ്ധിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയം. ഏതൊരു സംഭവം ഏതൊരു മഹാനാകുമ്പോൾ അതിൻ്റെ പിന്നിലൊരു പൊരുത്തമുണ്ടാകും. മക്കളാണെങ്കിൽ മാതാപിതാക്കളെ പൊരുത്തമുണ്ടാവും, ശിഷ്യന്മാരാകുമ്പോൾ ഉസ്താദന്മാരെ പൊരുത്തം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് സംഭവം മഹാന്മാരെ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഈ പഠനത്തോട് നമുക്കൊരു കൂറ് പുലർത്താൻ, ആവേശം കാണിക്കാൻ, മതിപ്പ് ഉണർത്താൻ അത് കാരണമാകും. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം ബൂസൂരി തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ രണ്ട് കൂട്ടുകാരും ഈ മൂന്നാളുകളെയും ഒരുമിച്ച് കൂട്ടി അവരെ സ്ഥലത്തിരുത്തിയിട്ട് അവരോട് അവരുടെ ഉസ്താദാകുന്ന അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ ചോദിച്ചോളൂ, ഞാനത് തരാം. അത് ചില സമയത്തൊക്കെ ഉസ്താദന്മാരെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളാണ്. ആ വാക്കായിരിക്കും പിന്നീട് ശിഷ്യന്മാരെ അവർ പോലും വിചാരിക്കാത്ത ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുക. അങ്ങനെ ഈ മൂന്നാളോട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ ചോദിച്ചോളി, അതുപോലെ ഞാൻ എന്താക്കാം, നിങ്ങൾക്കത് തരാം. അങ്ങനെ ഈ 3 പേരും മഹാനവറുകളോട് 3 വിഷയങ്ങൾ ചോദിച്ചു. അതിൽ ഒരാളാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, ഉസ്താദെ, എനിക്ക് കുറഞ്ഞ വാക്കിൽ നിന്ന് വലിയ ഉപദേശം ലഭിക്കുന്ന, കുറഞ്ഞ വാക്കിൽ തന്നെ വലിയ ഹിക്മത്തുകളുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കണം. കുറഞ്ഞ വാക്ക് കുറേ പറയല്ല, കുറച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറിയ വാക്ക് അതിലൂടെ വലിയ ആശയം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പറയാൻ സാധിക്കണം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാൽ നിങ്ങളെ ഞാൻ അതുപോലെ ആക്കി. അങ്ങനെയാണ് ഹിക്കം ഉണ്ടാകുന്നത്. ഹിക്കം എന്ന് പറയുന്ന കാണാൻ ചെറിയ ഗ്രന്ഥമാണെങ്കിലും അത് വിശദീകരിക്കാൻ, അതിങ്ങനെ വിശദീകരിച്ച് അതിൻ്റെ ആശയങ്ങളൊക്കെ പറഞ്ഞാൽ എമ്പാടും പറയാനുണ്ടാകും. ഒരു പോയിന്റ് മതി, ഒരൊറ്റ പോയിന്റ് മതി ഒരു ദിവസം നമുക്ക് ക്ലാസ് എടുക്കാം. ഒരു ദിവസം പറഞ്ഞാൽ 2-2.5 മണിക്കൂറൊക്കെ വയത് പറയാൻ ഒറ്റ ഹിക്മത്ത് മതി. അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ കഴിയും, ഒരുപാട് പറയാൻ കഴിയും. അപ്പം ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ അങ്ങനെയാക്കി. അതുപോലെ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ബുറുദ വന്ന വഴിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞു, എനിക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്ന കാവ്യം, അത് തന്നെ ചെറിയ വാക്കിൽ നിന്ന് ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പറയാനുള്ള ഒരു കഴിവ് എനിക്ക് വേണം ഉസ്താദേ. ഇമാം ബൂസൂരി തങ്ങൾ ബോധിയാണ്. പഠിക്കുന്ന കാലത്തുള്ള ആഗ്രഹം പറയണം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള കാവ്യം, അത് തന്നെ ചെറിയ വാചകത്തിൽ നിന്ന് വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകൾ രചിക്കാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ജഅൽതുക ഹക്കദ, നിങ്ങൾ അതുപോലെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹം എന്താണോ ആഗ്രഹം പോലെ നിങ്ങളെയും ഞാൻ എന്താക്കിയിട്ടുണ്ട്, അതുപോലെ ആക്കി. ആ വാക്കിൻ്റെ പ്രതിഫലമാണ്, ആ വാക്കിൽ നിന്നാണ് ബുറുദ പോലത്തെ ഏറ്റവും പ്രസിദ്ധമായ ബുറുദ. കാരണം അതിന് എത്രയാ ഗ്രന്ഥങ്ങൾ, ഇമാമിയങ്ങൾ അതിന് വിശദീകരണം എഴുതിയത്. ഓരോ വാചകത്തിനും ഓരോ ബൈത്തിനും അതിൻ്റെ ആ ആശയങ്ങൾ മഹാന്മാരാകുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, 10,000-കണക്കിന് പണ്ഡിതന്മാരും ബുറുദയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പം അത്രയും മഹത്വമുള്ള കാവ്യമാണ് ബുറുദ.
അത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഉസ്താദിൻ്റെ പൊരുത്തമാണ്. ഏതൊരു ശിഷ്യൻ്റെയും ഏതൊരു മക്കളുടെയും ഏതൊരാളുടെയും പിന്നിൽ ഒരു വിജയം, അയാൾക്കൊരു വിജയമുണ്ടെങ്കിൽ ആ വിജയത്തിൻ്റെ പിന്നിൽ ഏതോ ഒരു കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും, ഏതോ ഒരു പൊരുത്തം, ഏതോ ഒരു നല്ലൊരു മഹാന്റെ തൃപ്തി. അതാണ് ഏത് ആരെയും എടുത്തു നോക്കിക്കോളി, അവിടൊക്കെ അവരുടെ വിജയത്തിന് പിന്നിൽ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു മഹാന്മാരെ പൊരുത്തമുണ്ടാകും. എത്ര വലിയ ആളാകട്ടെ, അയാൾക്കൊരു വലിയൊരു പരാജയമുണ്ടെങ്കിൽ ആ പരാജയത്തിന്റെ പിന്നിലും ഇതുപോലെ എന്തെങ്കിലും ഒരു അതബ് നേരെ എതിരുണ്ടാകും. ഏതെങ്കിലും ഒരു മഹാന്റെ, ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ, ഏതെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ഒരു കുരുത്തക്കേട് ഉണ്ടാവും. അപ്പൊ കുരുത്തമുണ്ടാകുമ്പോൾ ഉയരുകയും കുരുത്തക്കേട് ഉണ്ടാകുമ്പോൾ താഴുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. നമ്മൾ ഉസ്താദന്മാരൊക്കെ പറയലുണ്ട്, പിന്നെ അല്ല, മാതാപിതാക്കൾ ദർശനമൊക്കെ പോകുന്ന സമയത്ത് പറയാറുണ്ട്, കുരുത്തം വാങ്ങിയിട്ടില്ലെങ്കിൽ കുരുത്തക്കേട് വാങ്ങരുത് കേട്ടോ എന്ന് പറയാറുണ്ട്. കുരുത്തം ഉയരൂല എന്നല്ലേ ഉള്ളൂ, അങ്ങനെ അതൊരു ഇതിന് പറയാം. പക്ഷെ എന്തായിരുന്നു, കുരുത്തക്കേട് വാങ്ങരുത്. കുരുത്തക്കേട് വാങ്ങിയപ്പോൾ നമ്മൾ പറ്റ താഴ്ന്നു പോകും. അതാണ് ഇബ്ലീസിനൊക്കെ പറ്റിയത്. ഏത് മനുഷ്യനാണെങ്കിലും നമുക്ക് പരിശോധിച്ചാൽ കാണും. അപ്പൊ ഈ ഒരു ഉസ്താദിന്റെ വാക്കിൽ നിന്നാണ് ഇമാം ബൂസൂരി തങ്ങൾ പിന്നീട് ഏതിലേക്ക് എത്തുന്നത്, ബുറുദയിലേക്ക് എത്തുന്നത്. കാരണം ആ ബുറുദയുടെ ഓരോ വാചകത്തിനും എത്രയാ വിശദീകരണം, എത്രയാ വ്യാഖ്യാനിക്കാൻ കഴിയുക. അപ്പം അത് എവിടുന്ന് കിട്ടി, ഉസ്താദിൽ നിന്ന് കിട്ടി. മറ്റൊരു സംഭവം, മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ കവിയായിരുന്നല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞു. അങ്ങനെ അതിലും മഹാനവർക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഒരു മഹാൻ, നല്ല മുഖപ്രസന്നതയൊക്കെ ഉള്ള, നല്ല മുഖം കണ്ടാൽ തന്നെ നല്ലൊരു പ്രകാശിക്കുന്ന ഒരു മഹാൻ വന്നിട്ട് മഹാനവറുകളും ഇമാം ബൂസൂരി തങ്ങളുടെ ഒറ്റ ചോദ്യമാണ്, ഒറ്റ ചോദ്യം, അൻത റഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഫിൽ മനാം, അൻത റഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഫിൽ മനാം. തങ്ങളോട് ചോദിച്ചു, ഇമാം ബൂസൂരി തങ്ങളോട് ഈ മഹാൻ ചോദിക്കാണ്, അല്ല, നിങ്ങൾ കഴിഞ്ഞ രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിരുന്നോ? ഇതുവരെ കണ്ടിരുന്നോ എന്നല്ല ചോദിച്ചത്, കഴിഞ്ഞ രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ എന്താക്കിയോ, സ്വപ്നത്തിൽ കണ്ടിരുന്നോ എന്ന് മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞാൻ എന്തായിട്ടില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല. ഈ ഒരു ചോദ്യം ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിനോട്, റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ലാതെ ഒരു പ്രകമ്പനം കൊള്ളിച്ചു. അങ്ങനെയാണ് ചില ചോദ്യങ്ങൾ, ഈ ചോദ്യം നമ്മളോട് ചോദിക്കുക, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ സ്വയം ചോദിക്കുക. അപ്പൊ നമുക്ക് അതിനുള്ള മറുപടി നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഈ ഒരു ഒറ്റ ചോദ്യം ഇമാം ബൂസൂരി തങ്ങൾക്ക് വല്ലാതെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചോദ്യം വല്ലാതെ മനസ്സിൽ ഇങ്ങനെ പ്രകമ്പനം കൊണ്ടു. പഠിച്ചോനെ, റസൂലുള്ളാഹിനെ കണ്ടോ എന്നല്ലേ ചോദിച്ച്, അതിന് കണ്ടില്ല എന്നല്ലേ എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞത്. ഈ ഒരു ചോദ്യം, അങ്ങനെയാണ് ചില മഹാന്മാരുടെ ചോദ്യം, ചില മഹാന്മാരുടെ ഇടപെടൽ, അത് നമ്മളെ വല്ലാതെ അങ്ങ് മാറ്റിമറിക്കും, വല്ലാതെ നമ്മളതെന്താക്കും, ചിന്തിപ്പിക്കും. ആ ചിന്തയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാകുക. അങ്ങനെ ആ ചോദ്യത്തിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന ചിന്തയിൽ തന്നെ എപ്പോൾ നോക്കിയാലും ആ ഒരു ചിന്ത. അതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഇഷ്ക് വല്ലാതെ വർദ്ധിക്കുകയാണ്. അന്നത്തെ ദിവസം തന്നെ മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. അന്ന് രാത്രി തന്നെ. എങ്ങനെയാ കാണുന്നത്? കശംസി ബൈനൻ നുജൂം, നക്ഷത്രങ്ങൾക്കിടയിൽ തിളങ്ങുന്ന സൂര്യനെ പോലെ. മാഷാ അല്ലാഹ്. നക്ഷത്രങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളുണ്ട്. ആ സ്വഹാബാക്കൾക്കിടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യനെ പോലെ, അല്ലെ, സൂര്യന്റെ പ്രകാശം കിട്ടിയിട്ടാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത്. അതൊക്കെ നമ്മൾ വെറുതെ പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ സൂര്യനെ പോലെ, തിളങ്ങുന്ന സൂര്യനെ പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാം ബൂസൂരി തങ്ങൾ കാണുകയാണ്. ഈ ഒരൊറ്റ കാഴ്ചയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് ഇമാം ബൂസൂരി തങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട പ്രകാശം പിന്നീട് ഒരിക്കലും ഇമാം ബൂസൂരി തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല എന്നാണ്. ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കാഴ്ചയിലൂടെ ഇമാം ബൂസൂരി തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കാരണം ഒരുപാട് ഖസീദകൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരുപാട് ഖസീദകൾ രചിക്കാൻ അത് കാരണമായി.
അങ്ങനെ ഈ ഒരു കാഴ്ചയുടെ ഫലമായി കൊണ്ടും കൂടിയാണ് ഇമാം ബൂസൂരി തങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാകുന്ന ബുർദയിലേക്ക് എത്തുന്നത്. മാഷാ അല്ലാഹ്. ഇനി ബുർദ എങ്ങനെ ഉണ്ടായി? ഈ ബുർദയുടെ മഹത്വം ഇതൊക്കെ ബുർദയിലേക്ക് എത്താനുള്ള ഒരു കാരണമാണ്. ഇനി ബുർദ ഉണ്ടായത് എങ്ങനെയാണ്? ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് ഇടക്കാലത്ത് ചെറിയൊരു അസുഖം ബാധിച്ചു. ആ അസുഖം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത രൂപത്തിൽ ഒരു തളർവാദം പിടിപെട്ടു. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എന്ത് ചെയ്യും ഇതിന് പരിഹാരം? എല്ലാവരും കഴിയൊഴിഞ്ഞു. അപ്പോൾ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ഒരു മദ്ഹ് അങ്ങോട്ട് രചിക്കാം, അങ്ങോട്ട് എഴുതാം തീരുമാനിച്ചു. അങ്ങനെ എഴുതി. ആ എഴുതി പൂർത്തിയാകുന്ന അന്ന് ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബൂസൂരി തങ്ങളുടെ അടുക്കിലേക്ക് വരികയും തങ്ങൾക്ക് തളർവാദം പിടിപെട്ട സ്ഥലത്ത് തങ്ങളെ കൈകൊണ്ട് അങ്ങനെ തടവുകയും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ യാതൊരു വിഷയമില്ല. ഇന്നലെ വരെ തളർന്നു കിടന്ന ഇമാം ബൂസൂരി തങ്ങൾ അതാ ആരോഗ്യവനായി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പോകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു അബൂ റജാ തങ്ങൾ കണ്ട സംഭവമൊക്കെ. പിന്നീട് അവിടുന്ന് അങ്ങോട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം തളർന്ന അത്ര കാലം കടന്ന് ഇനി അത് എഴുന്നേൽക്കൂല എന്ന് വൈദ്യശാസ്ത്രം പ്രഖ്യാപിച്ച് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഒറ്റ രാത്രി കൊണ്ട് എഴുന്നേൽക്കുന്നു, ഒറ്റ തടവല് കൊണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെയാണ് ഈ ബുർദയിലേക്ക് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ആ അസുഖമാണ്. പലപ്പോഴും ലക്ഷക്കണക്കിന് സ്വലാത്ത് ചില ആളുകൾ ചൊല്ലാറുണ്ട്. അതെന്തേ? അവരുടെ മാറാത്ത അസുഖമാണ്. അസുഖം അത് ഹൈറാണ് നമുക്ക്. കാരണം ഈ കൊറോണ വന്ന സമയത്ത് എത്രയാ ആളുകൾ ദിക്റും സ്വലാത്തും ചൊല്ലി നന്നായത്, എത്ര ആളുകളാണ് ഉഷാറായി പോയത്. അതിൻ്റെ പിന്നെ വേറെ കുറേ കോട്ടങ്ങളുണ്ടാവും, നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ പരീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഉയരാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു അസുഖം വന്ന് ഒന്നിനും കഴിയൂല, എന്നാൽ കുറേ സ്വലാത്തുകൾ ചെല്ലാം. നമുക്ക് മക്കളില്ലാതെ വരുമ്പോൾ, വീടില്ലാതെ വരുമ്പോൾ, സാമ്പത്തികമായും ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് മജ്ലിസിൽ ചൊല്ലുക. അങ്ങനെയാണ് നമുക്ക് ഒരുപാട് നന്മകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുക. ഇമാം ബൂസൂരി തങ്ങൾക്ക് പരീക്ഷണം അല്ലാഹു കൊടുത്തപ്പോൾ ആ പരീക്ഷണമാണ് ലോകം ചർച്ച ചെയ്യുന്ന ബുർദയിലേക്ക് എത്തിയത്. മാഷാ അല്ലാഹ്. അപ്പോൾ പരീക്ഷണങ്ങൾ അത് വിജയമാക്കി, അത് നമുക്ക് വലിയ നേട്ടമാക്കി മാറ്റാൻ കഴിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ കഴിയില്ല, എന്നാലും ചെറിയ ചെറിയ നേട്ടങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങളും നമ്മുടെ പരീക്ഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോഴാണ് ആ ഒരു പരീക്ഷണം നമുക്ക് വിജയമായി, നമുക്ക് അനുകൂലമായി മാറിയെന്ന് നമുക്ക് ബോധ്യപ്പെടുക. അങ്ങനെയാണ് ഇമാം ബൂസൂരി തങ്ങൾ ഈ ബുർദയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ബുർദ എന്തല്ല? ഈ ബുർദ വെറും ഒരു ബുർദയല്ല, വെറും ഒരു കവിതയല്ല. സാധാരണ മദ്ഹുകളുണ്ട്, അതുപോലത്തെ ഒരു മദ്ഹ് അല്ല ബുർദ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സാധാരണമായ ഒരു മദ്ഹോ കാവ്യമോ അല്ലാത്തത് കൊണ്ട് തന്നെ ബുർദ ചൊല്ലേണ്ടതാണ്, അത് നമ്മൾ ചൊല്ലിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് അറിയേണ്ടതാണ്. കാരണം എന്താണ്? ഇതിൻ്റെ അംഗീകാരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുമാണ്. ഇവിടെ മനസ്സിലാക്കും, കേവലം മുത്തുനബി ഇമാം ബൂസൂരി തങ്ങൾ മാത്രമല്ല ഈ അംഗീകാരത്തിന് പിന്നിലുള്ളത്. എന്ന് പറഞ്ഞാൽ പിന്നെ ലക്ഷക്കണക്കിന് സ്വഹാബാക്കളുണ്ട്, അതുപോലെ ഔലിയാക്കന്മാരുടെ കൂടുതൽപ്പെട്ട ആളാണ് അബൂ റജാ തങ്ങൾ. അവരൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. അപ്പം ഈ പിന്നെ ഔലിയാക്കന്മാർക്കിടയിൽ വെച്ച്, സ്വഹാബാക്കൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഈ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് അംഗീകാരം കൊടുക്കുന്നത്. അപ്പൊ ചില്ലറ കാവ്യമല്ല ബുർദ, ചില്ലറ മധുവൊന്നുമല്ല ബുർദ. അപ്പൊ ഇമാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവർക്കൊക്കെ ഇടയിൽ വെച്ചുകൊണ്ട് ഈ ബുർദക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കവിത തന്നെയല്ലേ. അപ്പൊ ആ ബുർദ പഠിക്കുന്ന നമുക്ക് മാഷാ അല്ലാഹ് അംഗീകാരം ഇല്ലാതിരിക്കുമോ? ഇല്ല. അപ്പൊ അത് പഠിക്കുന്ന നമുക്കും എന്തുണ്ട്? അംഗീകാരമുണ്ട്. നമുക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പൊരുത്തം കിട്ടും. മാഷാ അല്ലാഹ്. മഹാന്മാര് പറയുന്നുണ്ട്, ബുർദ ഉണ്ടായ അന്നു മുതൽ അതിനുശേഷം ബുർദ ചൊല്ലാത്ത ദിനങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. ഇത്രയും കാലത്തിനിടയിൽ എത്ര എത്ര ആളുകളാ ബുർദ ചൊല്ലി തീർത്തത് അല്ലെ? വിശുദ്ധ ഖുർആൻ ഓതി തീർക്കുന്നത് പോലെ ബുർദ എത്രയാ ചൊല്ലി തീർത്തിട്ടുള്ളത്. എത്ര സദസ്സുകളിലാണ് ബുർദ ചൊല്ലുന്നത്. കല്യാണ സദസ്സില് അല്ലെ, നാട്ടിൽ ബുർദ മജ്ലിസ് വെച്ചുകൊണ്ട് ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഏത് വിഷയങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ ബുർദ ചൊല്ലുന്നില്ലേ?
പണ്ട് കാലത്ത് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച സ്ഥലത്ത് വെച്ച് ഒരു ബുറുദ ചൊല്ലും. ഇന്നും നമുക്കറിയാം, ഗർഭിണി പ്രസവിക്കാനായി കഴിഞ്ഞാൽ ഗർഭിണിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് ബുറുദ ചൊല്ലും. ഞാൻ ഈ ബുറുദ ചൊല്ലുന്നത് ആദ്യമായിട്ട് പൂർണ്ണമായി ചൊല്ലുന്നത് ഒരു വീട്ടിൽ പിന്നെ അവർക്ക് മന്ത്രിക്കാൻ വേണ്ടി 7 ദിവസത്തോളം പിന്നെ ബുറുദ ഫുള്ളായി ചൊല്ലണമെന്ന്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ബുറുദ ചൊല്ലുന്നത്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഏതോ ഒരു ബർക്കത്ത് കൊണ്ടായിരിക്കാം ഇന്ന് ആ ബുറുദയുടെ ഒരു പിന്നെ സേവകനായി, അതിൻ്റെ ഒരു ചെറിയൊരു പിന്നെ പ്രചാരകനായി, കാരണം ക്ലാസ് എടുത്തത് ഇങ്ങനെ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. അള്ളാഹു തൗഫീക്ക് നൽകിയത്. അള്ളാഹു തആല മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ സ്ത്രീകളുടെ ഗ്രൂപ്പിലും ആണുങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാ ദിവസവും ഓരോ ഫസ്റ്റിൽ വെച്ച് ബുറുദ ചൊല്ലുന്നുണ്ട്. അങ്ങനെ എത്ര ആളുകളാണ് ഒരു ഫസ്റ്റിലും ഒന്നും എല്ലാ ദിവസവും ബുറുദ പൂർണ്ണമായി ചൊല്ലുന്ന നല്ല നല്ല ആളുകളുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവിലും ബുറുദ പൂർണ്ണമായി ചൊല്ലുന്ന ആളുകളുണ്ട്. അപ്പം ഇത് നമ്മുടെ കേരളത്തിൽ ഈ ഒരു 10-15 കൊല്ലത്തിനിടയിലാണിത് വ്യാപകമായത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പല ദിക്കുകളിലും ബുറുദ ഒരു ആവേശമായി വലിയ സദസ്സായി അത് മാറിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പം ആ ഒരു കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. ആ അത്രയും വലിയ മഹത്വമുള്ള ഒരു സംഭവമാണ് നമ്മൾ, അതിന് മുമ്പിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളൊരു ചിന്ത നമുക്കൊക്കെ വേണം. മാത്രമല്ല പല ആളുകളും ബുറുദ എഴുതി സുഗന്ധം പൂശി സൂക്ഷിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. നമ്മളെ പഠിതാക്കൾ പലരും വളരെ ഭംഗിയായി ബുറുദയുടെ ഓരോ പിന്നെ ഡയറി കാണുമ്പോൾ വല്ലാത്ത സന്തോഷം. സത്യത്തിൽ ഈ 2 ദിവസമായിട്ട് ചില വീഡിയോ കണ്ടപ്പോൾ കണ്ണിന്ന് വെള്ളം നിറഞ്ഞു പോയി. കാരണം പഠിച്ചോനെ, ബുറുദയെ പഠിതാക്കൾ ഇത്രയും ഏറ്റെടുത്ത് അതുമായി പറയുന്ന ഞാനായി പോയല്ലോ എന്നുള്ള ആ ഒരു വിഷമം കൊണ്ട് കണ്ണിന്ന് വെള്ളം നിറഞ്ഞു പോയിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് അവർ ബുറുദയുടെ ഡയറി അവർ തയ്യാറാക്കി വെച്ചത്. മാഷാ അല്ലാഹ്. വർണ്ണിച്ചാലും മതിയാകൂല. അപ്പം നമ്മളെ പഠിതാക്കളൊക്കെ അതിനെ വല്ലാതെ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ഏറ്റെടുക്കണം. അത് ആ മഹാന്മാർ ബുറുദ എഴുതി സുഗന്ധം ഉപയോഗിച്ച് അവരത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നമുക്കതിനൊരു ഭാഗ്യം കിട്ടിയില്ല. അൽഹംദുലില്ലാ. എല്ലാവരും സ്വന്തം കൈകൊണ്ട് എഴുത്തെത്ര മോശമാകട്ടെ ബുറുദ എഴുതി വെക്കണം. ബുറുദയുടെ മഹത്വം പറഞ്ഞാൽ തീരൂല. അതിലേറ്റവും പ്രധാനപ്പെട്ട ബുറുദയിൽ 2 മഹത്വം. ബുറുദയുടെ ഒരു മഹത്വം, ഏറ്റവും വലിയ മഹത്വം എന്ന് വെച്ചാൽ എന്താ, ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ഷരീഫ്, അതൊരു വട്ടക്കണ്ണിയുണ്ട്. അവിടെ ബുറുദയിൽ 2 വരി കാണാം. ഇമാം ഹബീബ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ഷരീഫിന്റെ വട്ടക്കണ്ണിയിൽ ബുറുദയിൽ 2 വരി കാണാം. ഒന്ന് ഏതാണ് വരി? ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വിഷമഘട്ടത്തിലും ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പ്രതീക്ഷയാണെന്ന് ആ വിളിച്ചൂതുന്ന വരി ആ വട്ടക്കണ്ണിയിലുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അതൊന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ, നമ്മളെ മനസ്സങ്ങോട്ട് കൊടുത്താൽ, എന്ത് വിഷമം എത്ര പ്രയാസം ഉണ്ടെങ്കിലും തങ്ങളെ നമ്മളെ വിടൂല. തങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാൻ അർഹരാണെന്ന് ആ വാതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഹുവൽ ഹബീബുല്ലദി. മഹാന്മാർ പറയുന്നു, ഈ വരിക്ക് വലിയ മഹത്വമാണ്. ഒരാൾ വലിയ വിഷമം പ്രയാസം ഉണ്ടെങ്കിൽ വൊളു എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ ചൊല്ലുക. ആദ്യം ഹുവൽ ഹബീബ് ഒരു വട്ടം ചൊല്ലുക, പിന്നെ മൗലായ ചൊല്ലുക. അങ്ങനെ ഒരു 100, 200, 300 പ്രാവശ്യം അതങ്ങനെ ചൊല്ലിയിരുന്നാൽ അവൻ്റെ വിഷമത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ബുറുദ പഠിതാക്കളെ, നിങ്ങൾ അലട്ടുന്ന എന്ത് പ്രശ്നമാകട്ടെ അത് മാറണമെന്ന ഉദ്ദേശത്തോടുകൂടെ പൂർണ്ണമായി ഒതെടുത്ത് ശുദ്ധിയോടുകൂടെ പരമാവധി രാത്രി നല്ലൊരു സമയത്ത്, ദുഹാന്റെ ഒക്കെ സമയത്ത് ഇരുന്നിട്ട് അങ്ങനെ ചൊല്ലുക. ഒരു 100, 200, 300 പ്രാവശ്യം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് 1, 2, 3 ഒരു 7 ദിവസമൊക്കെ അങ്ങനെ നമ്മളങ്ങനെ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത്ഭുതം ബുറുദയിൽ നിന്ന് കാണാൻ പറ്റും. ഇമാം ബൂസരി തങ്ങളെ അസുഖം മാറിയത് പറഞ്ഞു. 2 ദിവസം മുമ്പ് ബുറുദ എഴുതുന്ന ഒരു സഹോദരി, അവരെ കയ്യിന് ഒരു പിന്നെ തരിപ്പ് അനുഭവപ്പെട്ട് ബുറുദ എഴുതി 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് എവിടെയാണ് ആ തരിപ്പ് എങ്ങോട്ടാ പോയതെന്ന് തന്നെ അറിയുന്നില്ല എന്ന് അത് പിന്നെ ചില ആളുകൾ അത് പങ്കുവെച്ചിരുന്നു, ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതാണ് ഇപ്പം ഈ തുടക്കത്തെ അനുഭവമാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പം എന്താ, മുത്തുനബിയുടെ റൗള ഷരീഫിൻ്റെ വട്ടക്കണ്ണിയിൽ ബുറുദ വരി എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുറുദ വരിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏത് വിഷമം പ്രയാസം ഉണ്ടാകട്ടെ, ഹുവൽ ഹബീബ് ആ വരി എന്താക്കുക, ഒതുകൊടുത്ത് നല്ല ശുദ്ധി വൃത്തിയിൽ ഇരുന്ന് ഒരു വട്ടം ചൊല്ലുക, പിന്നെ മൗലാ ചൊല്ലുക, പിന്നെയും അത് ചൊല്ലുക, പിന്നെയും അങ്ങനെ ഒരു 100, 200, 300 പ്രാവശ്യമൊക്കെ നമ്മളങ്ങനെ ചൊല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് 2, 3, 7, 11 ദിവസം നമ്മളതങ്ങനെ
നിത്യമാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല തെളിച്ചവും വെളിച്ചവും പരിഹാരവും ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നത് ഉറപ്പാണ്. ആ ഒരു മനസ്സോടുകൂടെ, ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടെ, ഇഷ്കോടുകൂടെ, മഹബത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം കാണാൻ കഴിയും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ബുർദയുടെ ഘടന ഇൻഷാ അല്ലാഹ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നാളെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മറ്റു നമുക്ക് ബുർദ വരിയിലേക്ക് കടക്കാം. അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് ലഭിച്ചാൽ ആ വലിയ കാവ്യം അള്ളാഹു നമുക്കൊക്കെ പഠിക്കാൻ തൗഫീഖ് നൽകിയല്ലോ. ലക്കൽ ഹംദു യാ അല്ലാഹ്. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. എത്ര റബ്ബിനെ സ്തുതിച്ചാലും മതിയാകൂല, എത്ര പറഞ്ഞാലും മതിയാകൂല. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹിനെ സ്തുതിക്കണം. ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുക? സ്വലാത്ത് ചൊല്ലി തങ്ങളോട് നല്ല ദുആ ചെയ്യുക. ഇതൊക്കെ പറയാൻ അർഹനല്ല, പക്ഷെ പറയുക എന്ന് മാത്രമാണ് നന്നാകാൻ വേണ്ടിയിട്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അതിൻ്റെ കബൂലിയത്തിന് വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. വോയിസ് കുറച്ച് കൂടിയിട്ടുണ്ട്. അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله